കണ്ണൂരിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചൽ മുറ്റത്തെ സംരക്ഷണ ഭിത്തിയുടെ മതിലുമിടിഞ്ഞ് സമീപത്തെ വീട്ടിലേക്ക് പതിച്ചു. ചെറുപുഴ പെരുങ്കുടൽ സ്വദേശി ചങ്ങലവളപ്പിൽ സന്തോഷിന്റെ വീടിനാണ് കേടുപാടുണ്ടായത്. തലശ്ശേരി തലായിൽ കിണറിടിഞ്ഞ് താണു. ദത്താത്രേയ മഠത്തിന് സമീപത്തെ ഭാസ്കരന്റെ വീട്ടിലെ കിണറാണ് 3 മീറ്ററോളം ഇടിഞ്ഞ് താഴ്ന്നത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ, അഗെയിൻ പറയൂ വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ പുലർച്ചെ വരെയും രാത്രിയും പുലർച്ചെയും ഒക്കെ അതിശക്തമായ മഴ ലഭ്യമായിരുന്നു. മേഖലകളിൽ ഇപ്പോൾ മഴ അല്പം ശമനമുണ്ട് മഴയ്ക്ക്. അതേസമയം മലയോര മേഖലയിലും മറ്റിടങ്ങളിലുമൊക്കെ ശക്തമായ മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി മഴക്കെടുതികൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർ ചെറുപുഴയിലാണ്. ചെറുപുഴ പെരുങ്കുടൽ ഹിൽ ടോപ്പിനടുത്തുള്ള ചങ്ങലവളപ്പിൽ സന്തോഷിൻ്റെ വീടിന് സമീപത്തെ വീട് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ മുറ്റത്തിൻ്റെ സംരക്ഷണ ഭിത്തിയും കൽക്കെട്ടും ഇടിഞ്ഞ് ഈ സന്തോഷിൻ്റെ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. വീടിൻ്റെ പിൻഭാഗത്തെ ഭിത്തിയിലേക്ക് മണ്ണും കല്ലും ഒക്കെ വന്ന് ഇടിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് സാമഗ്രികൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. അപകടകരമായ നിലയുണ്ട്. മണ്ണ് നീക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. വീട്ടുകാരൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. അതേസമയം തലശ്ശേരിയും തലായിൽ അവിടെ ദത്താത്രേയ മഠത്തിന് സമീപം താമസിക്കുന്ന ഭാസ്കരൻ എന്നയാളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന കിണർ ഇന്ന് പുലർച്ചയോടുകൂടി ഇടിഞ്ഞ് താണിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 മീറ്ററോളം കിണർ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപുഴയുടെ അടുത്ത മുളപ്ര പ്രദേശം, അവിടെ മുളപ്ര പാലം ഏതാണ്ട് വെള്ളത്തിലായിട്ടുണ്ട്. അതായത് മിക്കവാറും പുഴകളിലും തോടുകളും ഒക്കെ ജലനിരപ്പ് വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. അതായത് മലവെള്ളപ്പാച്ചിലുണ്ട്. വലിയ തോതിൽ വനത്തിൽ ശക്തമായ മഴ പെയ്താൽ താഴെ മഴയില്ലെങ്കിൽ പോലും വലിയ തോതിൽ വെള്ളം വരും. അങ്ങനെ ആ ഭാഗം പൂർണ്ണമായി അവിടെയുള്ള ഗതാഗതം, മുളപ്ര പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ അങ്ങനെ പുഴയിലുള്ള ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരം വിവിധ പുഴകളുടെയൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കുറെ കൂടിയും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിൽ കൂടുതൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. ഒപ്പം കാലവർഷക്കാറ്റ് തീരദേശ മേഖലയിൽ ശക്തിപ്പെടും എന്ന് തന്നെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് കടലാക്രമണത്തിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് കർശനമായ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ പ്രവചന കേന്ദ്രവും ഒപ്പം ജില്ലാ ഭരണകൂടവും നൽകുകയും ചെയ്യുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിലടക്കമുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സജോ ദേവസ്യ. മണ്ണിടിച്ചിൽ വലിയൊരു പ്രശ്നമാണ്. മഴ സമയത്ത് ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വനത്തിനുള്ളിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നീർച്ചോലകളിലൂടെ കൂടുതൽ വെള്ളം ഒഴുകി വരാനും ഒക്കെ സാധ്യതയുണ്ട്. തെന്നിത്തെറിച്ച് കിടക്കുന്ന പ്രതലങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, റോഡ് മാർഗം സഞ്ചരിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ പതുക്കെ പോകണം. അതേപോലെ കാൽനട യാത്രക്കാരുടെ ശരീരത്തും ദേഹത്തും ഉടുപ്പിലും ഒക്കെ വെള്ളം തെറിപ്പിച്ച് കടന്നു പോകരുത്. കാരണം കാൽനട യാത്രക്കാർക്കുള്ള സ്വാതന്ത്ര്യം വണ്ടിയിൽ പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും അനുവദിച്ചു കൊടുക്കണം.